കഴിഞ്ഞ സെപ്റ്റംബറിൽ 41 പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയ കരൂർ ദുരന്തം രാഷ്ട്രീയ ചതിയുടെ ഭാഗമായിരുന്നുവെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്. ദുരന്തത്തിന് ശേഷം ആദ്യമായി കരൂരിലെത്തിയ അദ്ദേഹം പ്രതിപക്ഷമായ DMKയ്ക്കും പോലീസിനുമെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. ചടങ്ങിൽ ജനക്കൂട്ടം നിയന്ത്രണാതീതമായി മാറിയിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ മുന്നറിയിപ്പും ലഭിച്ചില്ല എന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്കായി കരൂരിൽ പുതിയ സ്മാരകം നിർമ്മിക്കുമെന്നും വിജയ് പ്രഖ്യാപിച്ചു. ദുരന്തത്തിൽ ഇരയായവരുടെ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ട മുഖ്യമന്ത്രി മരണപ്പെട്ടവരുടെ ആശ്രിതരായ 32 പേർക്കുള്ള സർക്കാർ നിയമന ഉത്തരവുകളും ചടങ്ങിൽ വെച്ച് കൈമാറി. തമിഴ്നാട്ടിൽ അഴിമതി ഞങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു കഴിഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ ഇനി ആരും ഒരു രൂപ പോലും കൈക്കൂലി നൽകേണ്ടതില്ല. ജനങ്ങൾക്ക് കാവലായി താൻ എപ്പോഴും ഉണ്ടാകുമെന്നും വിജയ് പറഞ്ഞു. ഭരണരംഗത്ത് വൻ സുതാര്യത കൊണ്ടുവരുന്നതായി അവകാശപ്പെട്ട മുഖ്യമന്ത്രി കൈക്കൂലി നൽകാൻ ജനങ്ങൾ തയ്യാറാകരുതെന്നും അഴിമതിക്കെതിരെ ശക്തമായി നിലകൊള്ളുമെന്നും ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഒരുപോലെ പ്രതിക്കൂട്ടിലാക്കുന്നതായിരുന്നു വിജയുടെ കാരൂരിലെ പ്രസ്താവനകൾ.